എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. നമസ്കാരം. CPM എന്ന പാർട്ടിയിൽ അന്തഃഛിദ്രങ്ങൾ ഉണ്ടാകുന്നു, അതിനുള്ളിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പറഞ്ഞു വരുന്നത് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളായ വീണ വിജയൻ എക്സാലോജിക് എന്ന തൻ്റെ കമ്പനിയിലേക്ക് CMRൽ നിന്നും 1,72,00,000 രൂപ ഒരു സേവനവും നൽകാതെ മാസപ്പടിയായി പറ്റി എന്നുള്ള കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുകയുണ്ടായിരുന്നു. ആ കേസിൽ PMLA ആക്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് അത്തരം ഒരു ഇടപാട് അതിൽ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ED കൂടി അന്വേഷണത്തിന് വരുന്നു. എന്നാൽ EDയുടെ അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി CMRലും വീണ വിജയനും ചേർന്ന് ഇന്ത്യയിലെ പല വിധത്തിലുള്ള ഹൈക്കോടതികളിലും പല സംസ്ഥാനങ്ങളിലുള്ള ഹൈക്കോടതികളിലും ഹർജി നൽകുന്നു. കർണാടക ഹൈക്കോടതിയിലാണ് ആദ്യം വീണ വിജയൻ ED അന്വേഷണത്തെ തടഞ്ഞുകൊണ്ടുള്ള ഹർജി കൊടുത്തത്. അത് അന്നേ തന്നെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡൽഹി ഹൈക്കോടതിയിൽ CMRL ഒരു തടസ്സ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജൂൺ 7-ാം തീയതിയാണ് ആ ഹർജി പരിഗണിക്കുന്നത് എന്നാണ് ഓർമ്മ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ EDയുടെ അന്വേഷണം മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയ ഹർജി തള്ളുകയും അതേ തുടർന്നാണ് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിലേക്ക് വെളുപ്പിനെ തന്നെ, അതായത് 5 മണിക്ക് തന്നെ ED കേന്ദ്ര സായുധ സേനയുടെ സാന്നിധ്യത്തിൽ റെയ്ഡിന് വേണ്ടി എത്തിയത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒച്ചപ്പാടുകൾക്ക് വഴിവെച്ച സംഭവം തന്നെയായിരുന്നു. CPMൽ അപ്രമാദിത്വത്തോടുകൂടി കഴിയുന്ന, ചോദ്യം ചെയ്യാൻ ആവാത്ത നേതാവ് എന്ന തലയെടുപ്പോടുകൂടി പാർട്ടിയെയും ഭരണത്തെയും 10-20 വർഷക്കാലം തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നടന്ന ഏക ഛത്രാധിപതിയായ പിണറായി വിജയൻ എന്ന നേതാവിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ രാഷ്ട്രീയമായി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി BJP സർക്കാർ EDയെ പറഞ്ഞയച്ച് റെയ്ഡ് നടത്തുന്നു എന്നുള്ള രീതിയിലായിരുന്നു പുറമെ പ്രചരണം നടന്നത്. അങ്ങനെയാണ് പാണ്ഡ്യാലമുക്കിലുള്ള പിണറായിയുടെ സ്വന്തം വീട്ടിൽ നടക്കുന്ന റെയ്ഡിലേക്ക് ആളുകൾ ഓടിയെത്തിയത്. ആ വീടിന് പുറമെ വലിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. ഇത് തന്നെയാണ് തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുന്ന സമയത്ത് വീടിന് പുറത്ത് സംഘടിച്ച് എത്തിയ CPM നേതാക്കൾ, ഇടതുപക്ഷ നേതാക്കളും അണികളുമെല്ലാം ചേർന്ന് ED റെയ്ഡ് നടക്കുന്ന സമയത്ത് തോക്കേന്തി നിൽക്കുന്ന CRPF ഭടന്മാരുടെ നേർക്ക് വെള്ളക്കുപ്പികളും അതുപോലെ തന്നെ വെള്ളം നിറച്ച കുപ്പികളും ഹെൽമറ്റും വടിക്കമ്പുമെല്ലാം വലിച്ചെറിയുന്ന കാഴ്ച നാം കണ്ടത്. ഇത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തി. എന്നാൽ പിന്നീട് ED ഏതാണ്ട് 8.5 മണിക്കൂർ നേരം അവരുടെ റെയ്ഡ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ കേരള പോലീസിന് മതിയായ രീതിയിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ തടിച്ചുകൂടിയ ഏതാണ്ട് 300-ലധികം പേരാണ് ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട് റൈഡ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ആ കാറിൽ അവർ അക്രമം അഴിച്ചുവിട്ടത്. കാറിൽ ഉണ്ടായിരുന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാറിന്റെ ചില്ലുകളെല്ലാം തല്ലി തകർക്കുന്ന കാഴ്ച നാം കണ്ടു. വടിയും ഇഷ്ടികയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കാറ് തല്ലി പൊളിക്കുന്ന കാഴ്ച കണ്ടത്. പലരും കൈകൊണ്ട് തന്നെ കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുന്ന കാഴ്ച കണ്ടു. കാറിന്റെ ഡ്രൈവറായ ശ്യാംകുമാറിന്റെ കണ്ണിന് ചില്ല് പൊട്ടിത്തെറിച്ച് വലിയ പരിക്കുകൾ ഏൽക്കുന്നതും നാം കണ്ടതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ CPM പ്രവർത്തകർ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അണികളും പ്രവർത്തകരുമെല്ലാം ചെയ്തത് പിണറായി വിജയനെതിരെ കേന്ദ്ര സർക്കാർ EDയെ ഇറക്കി പിണറായി വിജയനെ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രചരണത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു. എന്നാൽ ED എത്തിയത് പിണറായി വിജയന്റെ മകളായ വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRൽ നിന്നും കൈക്കൂലിയായി, അതായത് അച്ഛൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ നാട്ടിലുള്ള പല കമ്പനികളും നടത്തിക്കൊണ്ടു പോകുന്നതിന് മകളുടെ കമ്പനിക്ക് കൈക്കൂലി കൊടുത്താലേ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള ധാരണയിലാണ് CMRൽ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 11 കമ്പനികൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കടലാസ് കമ്പനിയിലേക്ക് മാസപ്പടിയായി കോടിക്കണക്കിന് രൂപ നൽകിയത്.
എന്നാൽ CMRL നൽകിയ ഈ 1,72,00,000 രൂപയ്ക്ക് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് റിപ്പോർട്ട് പ്രകാരമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും EDയും അന്വേഷിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അതായത് പിണറായി വിജയനോ വീണാ വിജയനോ അല്ല എന്നുണ്ടെങ്കിൽ CPM നേതാക്കളോ നിഷേധിച്ചാൽ പോലും ഇത് ഒരു കാരണവശാലും തെളിവ് നശിപ്പിക്കത്തക്കതല്ല. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ്, അവരുടെ റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടി വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ED എത്തിയത്. അല്ലാതെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയല്ല ED എത്തിയത് എന്നുള്ളത് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കി. 8.5 മണിക്കൂർ നേരം ED തൻ്റെ വസതിയിലുണ്ടായിരുന്നു. തൻ്റെ മകൾ തൻ്റെ ഒപ്പമാണ് താമസിക്കുന്നത്. തൻ്റെ മകളെയാണ് അവർ ചോദ്യം ചെയ്തത്. എന്നോട് അവർ യാതൊരു തരത്തിലുള്ള ചോദ്യവും ചോദിച്ചില്ല എന്ന് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ, അങ്ങനെയെങ്കിൽ പിണറായി വിജയന്റെ മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ CPM പ്രവർത്തകരെയും അണികളെയും ഇറക്കി ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചത്, പ്രതിരോധം തീർത്തത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ CPM ഇവിടെ വെട്ടിലായിരിക്കുന്നു. പിണറായി വിജയനെതിരെ EDയെ ഇറക്കി രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി BJP സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള പ്രചരണം നൽകിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ പ്രവർത്തകരെ സംഘടിപ്പിച്ചതും തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വീടിന് മുൻപിൽ വലിയ പ്രതിരോധം തീർക്കുകയും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും എല്ലാം ചെയ്തത്. പിണറായി വിജയൻ എന്ന നേതാവിനെ രാഷ്ട്രീയമായി തകർക്കുവാൻ വേണ്ടി ED അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു, പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെയുള്ള നറേഷൻ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് CPM ജനങ്ങളെ സംഘടിപ്പിച്ചത്. എന്നാൽ റെയ്ഡിന് ശേഷം ED ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത്, എന്നെ അവർ ഒരു ചോദ്യവും ചെയ്തില്ല, എന്നോട് ഒരു ചോദ്യവും ചോദിച്ചില്ല, മകളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, മകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എടുത്തുകൊണ്ടുപോയി, പാസ്ബുക്ക് എടുത്തുകൊണ്ടുപോയി, മകളുടെ ഫോൺ എടുത്തുകൊണ്ടുപോയി, മകളുടെ ഒരു അക്കൗണ്ട് അവർ ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയുണ്ടായി. അതായത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ, പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയെ, പിണറായി വിജയൻ എന്ന ഇപ്പോഴത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഒരു കാരണവശാലും ED ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പിണറായി വിജയൻ തന്നെ സമ്മതിപ്പിക്കുമ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ്, ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് CPM തെരുവിൽ പ്രകടനം നടത്തിയത്? ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥകളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ED ഉദ്യോഗസ്ഥരെ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തി അവർ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭത്തിൽ എന്തിനാണ് അവരുടെ കാറ് തല്ലിപ്പൊളിച്ച് അവരെ ഉപദ്രവിച്ചത് എന്നുള്ളതിനെല്ലാം കൃത്യമായി CPM മറുപടി പറയേണ്ടി വരും. രാഷ്ട്രീയമായി ഈ CPM വെട്ടിലായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ആഭ്യന്തര വകുപ്പ് കണ്ടാലറിയുന്ന 25 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അവർ ഇപ്പോൾ റിമാൻഡിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത്രത്തോളം രാഷ്ട്രീയമായ ഈ ആഭാസത്തിന് CPMഉം പിണറായി വിജയനും എല്ലാം കൃത്യമായി മറുപടി പറയേണ്ടിയിരിക്കുന്നു. അച്ഛൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ മകളുടെ ഷെൽ കമ്പനിയിലേക്ക് നിരവധി കമ്പനികൾ കോഴ കൊടുത്തിട്ടുണ്ട്. ഈ കോഴ മേടിച്ചതിന് നിയമപരമായി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ചിട്ട് ഒരു അന്വേഷണ ഏജൻസി അവരെ ചോദ്യം ചെയ്യാനെത്തുമ്പോൾ അവരെ തടസ്സപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അതും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം അഴിച്ചുവിട്ട് പിണറായി വിജയനെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി എത്തിയ EDയെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടത്തിയത് തീർത്തും പിണറായി വിജയന്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് CPM കൃത്യമായി മറുപടി പറയേണ്ടതായി വരും. അക്ഷരാർത്ഥത്തിൽ CPM ഈ കേസിൽ വെട്ടിലായിരിക്കുന്നു. ഇനിയും ഈ വിഷയത്തിൽ നിയമപരമായി വലിയ പ്രത്യാഘാതങ്ങൾ CPMന്റെ ആഹ്വാനത്തിന് അനുസൃതമായി, CPM നേതാക്കളുടെ ആഹ്വാനത്തിന് അനുസൃതമായി ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും വലിയ കേസുകൾ ഇവരെ തേടി വരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നോടൊന്നും ചോദിക്കുന്നത് കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം.